സദ്വേഷണം ഇന്നൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയുള്ള ഒരു വീഡിയോയാണ്. മറ്റൊന്നുമല്ല, എൻ്റെ അമ്മയായ സോമിനി, അതായത് ചിറ്റേക്കാട്ട് പത്മനാഭൻ്റെ ഭാര്യയായ എൻ്റെ അമ്മ സംഘടനക്ക് ഒരു ലെറ്റർ തന്നിരിക്കുകയാണ്. ലെറ്റർ മറ്റൊന്നുമല്ല, അമൃതാജിൻ്റെ ഗുരുരത്നസ്വാമി എന്നിവരാൽ ചതിക്കപ്പെട്ട ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി, അതായത് ചതിയിൽപ്പെട്ടവരാണ് അമ്മയും ഞങ്ങളുടെ കുടുംബമെല്ലാം. അപ്പോൾ അതിന് തുറന്നു കാണിച്ചുകൊണ്ട് ഒരു നോട്ടീസ് അമ്മ ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ നോട്ടീസ് ഇറക്കുന്നതിൽ അമ്മക്ക് സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്നാണ് അമ്മ പറയുന്നത്. അപ്പോൾ അതും പ്രകാരം എന്ന് പറഞ്ഞാൽ അമ്മ സംഘടനയ്ക്ക് ഒരു ലെറ്റർ തന്നിട്ടുണ്ട്. കാരണം അമ്മ കൊടുത്തിരിക്കുന്ന പരാതി, കാരണം വർഷങ്ങളായിട്ട് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ്. 2003 അമൃത ജെന്നി നമ്മുടെ വീട് സ്ഥലവും ആകെ 10 സെൻറ്റ് സ്ഥലവും വീടും ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്നല്ല, അത് മൊത്തമായിട്ട് വേറെ വീട് സ്ഥലവും കൊടുക്കാമെന്ന് പറഞ്ഞ് എഴുതി വാങ്ങിക്കുകയും പിന്നെ ഒട്ടനവധി ചതികൾ ആ ഒരു കുടുംബത്തോട് ചെയ്യാൻ പറ്റാവുന്നതിൽ അപ്പുറം ചതികളെന്ന് പറഞ്ഞാൽ ഈ അമൃത ജെന്നി ഗുരുരത്നസ്വാമി എന്ന് പറയുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അന്വേഷിച്ചപ്പോൾ, അതായത് അമ്മയൊക്കെ ഒരുപാട് നാളിങ്ങനെ എന്താ പറയുക, വീട് സ്ഥലവും കൊടുക്കാം, ഇവരെന്താണ് ഈ പ്രമാണത്തിൽ എഴുതി വെച്ചേക്കണമെന്ന് ചിന്തിക്കാതെ പോലുമാണ് അമ്മയും മറ്റുള്ളവരൊക്കെ എന്ന് പറഞ്ഞ് ഇത് ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് ദാനയാധാരം എന്നുള്ള രീതിയിലാണ്, ദാനം കൊടുത്തതായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗുരുവിശ്വാസികളെ പുറത്തുള്ള സമൂഹത്തിലുള്ള പലരെയും പറ്റിച്ചിട്ടുണ്ട്, പല കാര്യങ്ങൾ പറഞ്ഞ്. പക്ഷെ ഒരുപാട് ഗുരുവിശ്വാസികളെ ഇതേപോലെ തന്നെ അവരുടെ വസ്തുവകൾ എഴുതി മേടിക്കുകയും അത് സ്വന്തം പേരിലാക്കുകയും പ്രസ്ഥാനത്തിന് ഗുരുവിൻ്റെ പേരും പറഞ്ഞു അങ്ങനെയൊക്കെ ചതിക്കപ്പെട്ടത് മനസ്സിലാക്കിയപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ സഹായിക്കുകയും ഇതിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അവരുടെ ആഗ്രഹപ്രകാരം, അമ്മയുടെയൊക്കെ ആഗ്രഹപ്രകാരം എന്ന് പറഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരുപാട് പരാതികൾ നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഈ ശാന്തിരാശ്രമത്തിലെ അമൃത ജെന്നി ഗുരുരത്നസ്വാമി എന്നിവരുടെ ആ ഒരു അധികാര ഇത് വെച്ചുകൊണ്ട് ഒരിക്കലും അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്കായാലും കൂടെ, DGPക്കായാലും കൂടെ, കളക്ടർക്കായാലും കൂടെ എല്ലാവർക്കും പരാതികൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും അന്വേഷണം വരും. ക്രൈം ബ്രാഞ്ചിൻ്റെ അന്വേഷണം വന്നിട്ടുണ്ട്, പോലീസിൻ്റെ അന്വേഷണം വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം ഫയലിൽ കുഴുങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പുതിയതായിട്ട് ഇപ്പോഴും ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി മാത്രമല്ല, ഇനി ശക്തമായിട്ട് തന്നെയുള്ള, കാരണം നമുക്കൊരു മീഡിയയുടെ മുമ്പിലോ ഒരു പത്രദൃശ്യ മാധ്യമത്തിൻ്റെ മുമ്പിലോ ഇതൊന്നും പറഞ്ഞാലും ഇതൊന്നും വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നോട്ടീസ് രൂപത്തിൽ അമ്മ ഒരു നോട്ടീസ് ഇറക്കുകയാണ്. കാരണം അമൃത ജെന്നിക്ക് തുറന്ന കത്തും, കാരണം ഇനി ഇതേപോലെ ഗുരുവിൻ്റെ പേര് പറഞ്ഞ് ആരെയും ചതിക്കരുത്, ചതിക്കപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അമ്മയുടെ അക്കൗണ്ട് നമ്പർ വെച്ചിട്ട് അമ്മ ധനസഹായ അഭ്യർത്ഥനയുണ്ട്. മനസ്സിലായത്? കാരണം നിയമ നടപടി സ്വീകരിക്കാനും ഇതുപോലെ ചതിക്കപ്പെട്ട സമാനമായ ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവന്നാൽ സംഘടനയുടെ സഹായത്തോടെ, അതായത് ഈ നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഈ ലെറ്റർ അമ്മ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലെറ്റർ വന്നിട്ടുണ്ട് സംഘടന ഒപ്പിട്ട്. അപ്പോൾ ആ ലെറ്റർ എന്ന് പറഞ്ഞാൽ അമ്മക്ക് ഇതുവഴി കിട്ടുന്ന ഈ പൈസ മുഴുവൻ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഉൾപ്പെടെ എല്ലാ മാസവും സംഘടനയെ ബോധിപ്പിച്ച് സംഘടനക്ക് നൽകുന്നതാണ്. അതിൻ്റെ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ അമ്മയെയും അമ്മയെപ്പോലെ ഇതുപോലെ ഒരുപാട് ആൾക്കാർ വരികയാണെങ്കിൽ, ചതിക്കപ്പെട്ടവർ വരികയാണെങ്കിൽ ധൈര്യപൂർവ്വം, അമ്മ ഒരു പ്രതീകം മാത്രമാണ്. കാരണം വെച്ചാൽ നമ്മൾ പലരെയും സമീപിച്ച് സംസാരിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ ചതിക്കപ്പെട്ടിട്ടുണ്ട്, ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ വന്നിട്ട് ഇവരോട് നിയമയുദ്ധം നടത്താനോ ഒരു കേസ് കൊടുക്കാനോ ഒന്നും ആൾക്കാർക്ക് ഭയമാണ്. അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഇറങ്ങിയിട്ട് പുറകിൽ ഞങ്ങൾ ഇറങ്ങാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതും പ്രകാരമാണ് അമ്മ ഈ ഒരു കാര്യത്തിന് മുതിർന്നതും ഈ ഒരു സഹായം സംഘടനയോട് ആവശ്യപ്പെട്ടതും സംഘടനയിൽ ആ സഹായം കൊടുക്കാമെന്ന് സമ്മതിക്കുകയും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ അമ്മക്ക് 2 വാക്ക് പറയാം. കാരണം വെച്ചാൽ മറ്റൊന്നുമല്ല, ഞാൻ മാത്രം പറയുന്നതിലല്ല കാര്യം, അമ്മക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നാൻ കാര്യം, എന്തൊക്കെ ചതികളാണ് പറ്റിയിട്ടുള്ളതെന്നുള്ളത് അമ്മക്ക് പൊതുസമൂഹത്തിനോട് ബോധിപ്പിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി ഞാൻ പറയും. എന്തൊക്കെയാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? കാരണം വെച്ചാൽ എന്തെന്ന് പറഞ്ഞാണ് അമൃത ജെന്നി ഈ വസ്തുവൊക്കെ എഴുതി മേടിച്ചത്? നമുക്ക് 10 സെന്റ് സ്ഥലവും വീടും തിരുവനന്തപുരത്ത് വെച്ച് തരാമെന്നും പറഞ്ഞു. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും നാളെ താമസിച്ചത്? പലവട്ടവും ചോദിച്ച് കിട്ടിയില്ല. അപ്പൊ അവർ തരുമെന്നും പറഞ്ഞ് നമ്മ ആ പ്രതീക്ഷയിലിരുന്നു. ഇപ്പൊ അവരും കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് അത് തിരിച്ച് ചോദിക്കണമെന്നൊരാഗ്രഹം തോന്നുന്നു. കാരണം
തോന്നിയപ്പോൾ ഞാൻ സംഘടനക്ക് ഒരു ലെറ്റർ കൊടുത്തു. അല്ല, എന്തൊക്കെ വാഗ്ദാനം ചെയ്താണ് ഈ വസ്തുവൊക്കെ എഴുതി മേടിച്ചത്? വാഗ്ദാനം ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഭർത്താവിനെ ഇരുത്തിക്കൊണ്ട്. പക്ഷെ അത് ഭർത്താവിന് വല്ലതും കിട്ടിയായിരുന്നു? ഭർത്താവിനെ ഒന്നും തിരക്കിയില്ല, അന്വേഷിച്ചില്ല. പെൻഷൻ പോലും കൊടുക്കൂല, ശമ്പളം കൊടുക്കൂല. അങ്ങനെ ഒരുപാട് വേദനകൾ അനുഭവിച്ചാണ് ആ പുള്ളി ഇവിടുന്ന് പോയത്. തിരക്കേ പോലും ഇല്ലായിരുന്നു അവരെ. ഇനി ഇതിനിടയ്ക്ക് ചോദിക്കുന്ന വെച്ചാൽ ഈ രണ്ടാമത്തെ മകന് എന്താണ് സംഭവിച്ചത്? അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? ഈ അമർരാജിനി എന്താണ് പറഞ്ഞത്? രണ്ടാമത്തെ മകനെ ഇവിടെ നിന്ന് ഒരു 8 മണിയായപ്പോൾ 2 പേര് വന്ന് വിളിച്ചു. എന്ന്? ഒരു ഫെബ്രുവരി 2009 ഫെബ്രുവരി 22-ാം തീയതി. അപ്പൊ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. മൂത്ത മകൻ ഇവിടെ ഇല്ല, ഒരു ഹോസ്പിറ്റലായിരുന്നു. അപ്പൊ വിജുട്ടനെ ഇപ്പൊ തന്നെ കൊണ്ടുപോകണം, ഗുരുരത്ന സ്വാമിയും പിന്നെ ഗുരുമിത്ര സ്വാമിയും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്ന. ഒരു പൊതിപ്പ് ആയുസം കൊണ്ടുവന്ന് ഞങ്ങളെ ഏൽപ്പിച്ച്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്തിനാ കൊണ്ടുപോകണം? എൻ്റെ മകനിപ്പോൾ വന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് നാളെയല്ലേ ഇന്നല്ലേ ഫംഗ്ഷൻ, അതിക്ക് മുമ്പ് എന്തിനാ കൊണ്ടുപോകണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അവിടെ നാളെ ഒരു മാതൃഭൂമിയിൽ ഒരു മനോരമയിൽ എന്തോ ഒരു വാർത്ത ഇടണം ജെന്നിനെ പറ്റി, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ നിർബന്ധമായിട്ട് മന്നില്ല എന്ന് പറഞ്ഞെങ്കിലും ഇവർ ബലമായിട്ട് തന്നെ പിടിച്ചുകൊണ്ട് പോയതാണ്. കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ വിഷമിച്ചിരുന്ന്, ഇവരെന്താ ഇപ്പോൾ കൊണ്ടുപോകണം. പിന്നെ ഒരറിവുമില്ല. ഇവിടെ ഇവരെല്ലാം കൊണ്ടുപോയി സ്വാമിമാരെ. അപ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമാണ് ഇവരെ. അപ്പോൾ അതിന് നമ്മൾ ഒന്നും ചിന്തിച്ചില്ല. ഒരു വെളുപ്പിന് ആയപ്പോഴാണ്, ഞാൻ അറിഞ്ഞില്ല, എൻ്റെ മൂത്ത മകൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴാണ് അറിയണത്. അപ്പോൾ ഇവിടെ നിറച്ച് സ്വാമിമാരും വിശ്വാസികളൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം പറഞ്ഞില്ല. മകൻ വന്നേച്ച് പെട്ടെന്ന് പോകാമെന്നും പറഞ്ഞ് എന്നെ കാറെ കയറ്റി കൊണ്ടുപോയി. ഇടയ്ക്ക് ആലപ്പുഴ ചെന്നപ്പോഴാണ് ഈ വാർത്ത ഞാൻ അറിയുന്നത്. അപ്പോൾ കാറപകടത്തിൽ മരിച്ചതാണെന്ന് പിന്നീടൊക്കെ ഞാൻ അറിഞ്ഞ്. അപ്പോൾ ഈ 2 പേരും മരിച്ചെന്നാണ് ഇവരെന്നോട് പറഞ്ഞത്. പക്ഷേ ഇവരെ ഞാൻ പിന്നീട് ഒരു ദിവസം ഇവരെ ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടു. കണ്ണൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ. അപ്പോൾ ഇവർ മരിച്ചിട്ടില്ല എന്ന് എനിക്ക് വിശ്വാസം വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മൂത്ത മകനോട് പറഞ്ഞു, എടാ കണ്ണനൊന്നും മരിച്ചിട്ടില്ല, അവർക്കൊരു ആപത്തും ഇല്ലല്ലോ, നമ്മുടെ മകനല്ലേ ഇടാ നഷ്ടം വന്നുള്ളൂ, ഇതിലെന്തോ ഒരു ചതിയുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് തുറന്നു പറയാനായിട്ടുള്ള ധൈര്യം ഇല്ലായിരുന്നു. എല്ലാവരും വിശ്വാസികളും. അപ്പോൾ അത് ഞാൻ തുറന്നു പറഞ്ഞില്ല. പക്ഷെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കുറ്റബോധം തന്നെ ഇപ്പോഴും അപ്പോഴും ഉണ്ട്. പക്ഷെ അത് പറയാനുള്ള ഒരു ധൈര്യം വരാഞ്ഞത് എല്ലാവരും വിശ്വാസികളും എല്ലാവരും ആശ്രമത്തിൽ പോകണം. അപ്പോൾ പിന്നെ ഇവർ ഒരു ദിവസം എന്നെ വിളിച്ച്, അമൃത എന്നെയും ഗുരുരത്ന സ്വാമിയും കൂടി വിളിച്ചു വെച്ച് എന്നോട് പറഞ്ഞ്, അമ്മക്ക് മകൻ നഷ്ടം വന്നതിൽ ഖേദിക്കണ്ട, സ്വാമിയാരും ഗുരുരത്ന സ്വാമിയും ഗുരുമിത്ര സ്വാമിയും വിളിച്ചുകൊണ്ട് പോയെന്ന് അമ്മ ആരോടും പറയരുത്. അത് പറഞ്ഞ ഗുരുവിൻ്റെ വീട്ടിലാണ് അമ്മ, അത് പ്രസ്ഥാനത്തിന് ദോഷമാണ്, അതുകൊണ്ട് അമ്മ അത് പറയരുത്. അമ്മയുടെ മോൻ ഗുരുവിൻ്റെ മടിയിൽ കിടപ്പുണ്ട്, അമ്മ പോയി കണ്ടാൽ മതി. ഞാനത് കേട്ട് വിശ്വസിച്ച്, സത്യമല്ലേ ഗുരുവിൻ്റെ മടിയിൽ കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് വിശ്വസിച്ച് ഞാൻ തുടർന്ന് ആശ്രമത്തിൽ പോയി തൊഴുത് എല്ലാ ദിക്കിലും നടന്ന് തൊഴുത് പ്രാർത്ഥിക്കും. പക്ഷെ എനിക്കത് പിന്നീട് അതിനെപ്പറ്റിയൊന്നും കാണാനും കേൾക്കാനും പറ്റിയില്ല. എങ്കിലും ഇവർ പലപ്പോഴും എന്നെ വിളിച്ചിങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ തരാറുണ്ട്. അമ്മ വിഷമിക്കണ്ട, അമ്മേനെ മാമനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം, മകൻ നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങളെ ഞാൻ സംരക്ഷിച്ചോളാം, ഇതെല്ലാം പറഞ്ഞ ഒരുപാട് വാഗ്ദാനങ്ങൾ എനിക്ക് തന്നു. പക്ഷെ ഇതൊന്നും നടപ്പിലായില്ല. എൻ്റെ ഭർത്താവ് ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞ ഒരു സമയമുണ്ടായി. സ്റ്റോക്ക് വന്ന് 6 വർഷം ഇവിടെ കിടന്നു. ആ മനുഷ്യനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇവർ ചതിക്കപ്പെടുന്ന ആൾക്കാരെന്ന് എനിക്ക് പണ്ടേ എനിക്കറിയാം. പിന്നെ ഞാനത് ഇവരുടെ മക്കളോട് പറയൂല. മക്കളോട് പറഞ്ഞാൽ എന്താണ് അവരുടെ പ്രതികരണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇവരുടെ അടുത്ത് കയറുമ്പോഴൊക്കെ എനിക്ക് എന്തോ ഒരു കുറ്റബോധം എൻ്റെ മനസ്സിൽ തോന്നാറുണ്ട് വിജുട്ടൻ്റെ മരണത്തിന് ശേഷം. അപ്പോൾ നമ്മൾ അത് തുറന്നു പറയാൻ മടിച്ച്, ഒരു പേടി കൊണ്ടാണ് തുറന്നത്. ഇവർ ഒരുപാട് കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ഉപദേശിക്കണം. ദിവസം എൻ്റെ ഇളയ മകൻ എന്നെ ബൈക്കിലേറ്റി കൊണ്ടുപോകും. ഞാൻ വിഷമഘട്ടത്തിലിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ സ്വാമി വിളിക്കണ്, ജെന്നി വിളിക്കണ്, ഞാൻ പോകും. അപ്പോൾ ചെല്ലുമ്പോൾ പറയും, വിഷമിക്കരുത്, കരയരുത്, എല്ലാ സൗകര്യവും നമുക്ക് ഞങ്ങൾ തന്നോളാം, ഒന്നിനും വിഷമിക്കണ്ട. ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ധരിപ്പിച്ച്. ഞാനാ കൂടുതലും പോണത്. അച്ഛനങ്ങനെ വരൂല്ല. അച്ഛനറിയാം ഇവർ കള്ളത്തിലേ പറയുള്ളൂ. അത് കാരണം പുള്ളി അകന്ന് നിൽക്കും. എന്നെ വിളിച്ച് ഇങ്ങനെ സോപ്പിട്ട് കുറേ ആളൊക്കെ നിൽക്കുമായിരുന്നു. പക്ഷേ ഇവരെ കൊണ്ട് എനിക്ക് 10 പൈസ കിട്ടിയിട്ടില്ല, ഒരു പെൻഷൻ തരൂല്ല. ഞാൻ 2005 ഇവിടെ വന്നിട്ട് 2009 വരെ ജോലി ചെയ്തു, പിന്നെ ബേക്കറിയിൽ നിന്ന്. എൻ്റെ മകൻ മരിക്കണം അന്ന് വരെ ഞാൻ ജോലി ചെയ്ത്. ആ മകൻ മരിച്ചിട്ട് പിന്നെ ഞാൻ ആ ആശ്രമത്തിലോട്ട് കയറിയിട്ടില്ല. ആശ്രമത്തിൽ പോകുമായിരുന്നു, ബേക്കറിലോട്ട് എൻ്റെ മൂത്ത മകൻ എന്നെ വിട്ടില്ല. അമ്മച്ചി പോകണ്ട, അവൻ്റെ കൂട്ടുകാരൊക്കെ അവിടെയുണ്ട്, എനിക്കൊരു വിഷമഘട്ടം വരുമെന്നോർത്ത് അവൻ വിടാൻ ഞാനത് പോയില്ല. പക്ഷെ ഇവരെ കൊണ്ട് ദ്രോഹമല്ലാതെ എനിക്ക് ഒരു നേട്ടം ഇവരെ കൊണ്ട് ഉണ്ടായിട്ടില്ല. എൻ്റെ കെട്ടിയാൻ എന്തോരം കഷ്ടപ്പെട്ട് ആ ആശ്രമത്തിന് വേണ്ടി നടന്ന ഒരു മനുഷ്യനാണ് ചന്ദ്രൂർ തൊട്ട്.
ഇവിടെ 2005 വന്നപ്പോൾ തൊട്ടും ആ മനുഷ്യൻ ആശ്രമത്തിൽ സൂപ്പർവൈസറായിട്ട് തേങ്ങ വെട്ടിക്കാൻ എല്ലാ പണിയെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ മനുഷ്യനെ ഒരു തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു ദിവസം പോലും ഒരു ആളും വിശ്വാസികൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ അന്ന് എനിക്കുണ്ട്, ഇത്രയും കഷ്ടപ്പെട്ട ഒരു വ്യക്തിനെ ആ ഗുരുവിൻ്റെ വീട്ടിൽ ജനിച്ച ഒരു മനുഷ്യനാണ്. ആ മനുഷ്യനെ ഇത്രയും ത്യാഗം ചെയ്യാമെങ്കിൽ പിന്നെ മറ്റുള്ള ആൾക്കാർ ഇവർ വെച്ചേക്കുക. അപ്പം അങ്ങനെ ഒരു വിഷമമുണ്ട്. എല്ലാം എൻ്റെ ഉള്ളിൽ ഒതുക്കിയാണ് ഞാൻ ജീവിച്ചത് ഇപ്പോഴും ഇരിക്കുന്നത്. ഒരുപാട് വിഷമങ്ങളുണ്ട് ഇവിടെ വന്നു പെട്ടതിന് ശേഷം. പക്ഷേ ആരോട് പറയാനാ, നമ്മളെല്ലാം ഒറ്റപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ആൾക്കാരാണ്. നമ്മുടെ വീട് സ്ഥലമൊക്കെ മേടിച്ച് പറ്റിച്ചെടുത്ത് വെച്ചും സ്ഥലവും വീടും ഇവിടെ തരാമെന്നും പറഞ്ഞ് ഇവിടെ എൻ്റെ മരുമകൾക്ക് കിട്ടിയ സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തി വിടാം. അത് ഞങ്ങൾ സന്തോഷത്തോടെ നിന്ന്. പക്ഷേ ഇവർ തരാമെന്ന് പറയല്ലാതെ 2003-1 മേടിച്ച സ്ഥലമാണ്. ഈ 26 വരെയായിട്ട് ഒരനക്കവും ഇല്ല. അച്ഛൻ ചെല്ലുമ്പോൾ പറയും തരാം മാമ, ഇവിടെ ഒരുപാട് കടങ്ങളുണ്ട് മാമ, അതുകൊണ്ട് പിന്നീടാകട്ടെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അച്ഛനെ വിടും. പിന്നെ അച്ഛനെന്ന് പറഞ്ഞാൽ മകൻ്റെ മരണം, പിന്നെ അത് കഴിഞ്ഞ് പുള്ളിക്ക് ഒരു സ്ട്രോക്ക് വന്ന്, അങ്ങനെ ഒരുപാട് വിഷമഘട്ടത്തിലാണ്. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ മകൻ ഒരു കള്ളക്കേസിൽ കുടുക്കി. അപ്പോൾ ഞങ്ങൾക്ക് വിഷമത്തിൻ്റെ കൂമ്പാരമായിരുന്നു. അത് കാരണം ഒന്നിനും ഞങ്ങൾക്ക് തിരിച്ച് ഇറങ്ങാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ഇവരുടെ വണ്ണിൽ കിടന്ന് എനിക്ക് മരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചു പോയാൽ നീ ഈ സ്ഥലവും വീടും തിരിച്ചു ചോദിക്കണം. അത് നിനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നിൻ്റെ മക്കളെ കൊണ്ട് നിന്നെ താങ്ങാൻ പറ്റില്ല. ഞാൻ മരിച്ചു പോയാൽ ഇവർ തരൂല്ല എനിക്ക്. ഇപ്പോൾ എനിക്ക് നോക്കണില്ല, തിരക്കണില്ല, ഇത്രയൊക്കെ കഷ്ടപ്പെട്ട ഞാനാണ്. അതുകൊണ്ട് നീ ഈ സ്ഥലവും വീടും തിരിച്ച് മേടിക്കാനുള്ള ശ്രമം എന്താണെങ്കിലും നീ ചെയ്തിരിക്കണം. ഞാൻ ചെയ്യുക, എനിക്ക് ജീവനുണ്ടോ ഞാൻ ചോദിച്ചിരിക്കും. പിന്നെ ഇത്രയും നാളും ഞാനിത് അനങ്ങാതിരുന്നതുകൊണ്ടല്ല, ഇവർ എന്നായാലും തരും എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എനിക്ക് ഇനി ഇവരെ താങ്ങാൻ പറ്റൂല. എനിക്ക് എപ്പോഴും ഈ സ്ഥലം കിട്ടിയിരിക്കണം. അതിനുള്ള സഹായം ഞാൻ ഒരു ലെറ്റർ സംഘടനക്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് എന്ത് സഹായം വേണേലും അവരിൽ നിന്ന് കിട്ടണം. അത് ഇതിന്നൊരു എന്ത് എനിക്ക് പ്രതിഫലം കിട്ടിയാലും ഞാൻ അത് സംഘടനക്ക് സ്വീകരിക്കും. അത് ഉറച്ചൊരു വാക്കാണ്. എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. അത് ഇപ്പോഴാണ് എനിക്കത് തോന്നിയേക്കണം പറയണമെന്ന്. ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചാണ് ഞങ്ങൾ. ഒരു കിടപ്പടയില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് അമ്മക്ക് സഹായം കിട്ടാനാണ് അല്ലെങ്കിൽ എനിക്ക് കിട്ടാനല്ല, അതാണ് നമ്മൾ എന്താ പറയാ, എനിക്ക് കിട്ടാനല്ല. 10 പൈസ എനിക്ക് വേണ്ട. എന്ത് കിട്ടിയാലും ഞാൻ സംഘടന ഏൽപ്പിക്കും. അത് ബാങ്ക് വഴി കിട്ടുന്ന പൈസ സംഘടനക്ക് കൊടുക്കും. 10 പൈസ എനിക്ക് വേണ്ട. പിന്നെ ഈ പരാതി കൊടുത്തതിന് പ്രകാരം നിയമ നടപടി സ്വീകരിച്ചിട്ട് ഇവരിൽ നിന്ന് കിട്ടുന്നത് അർഹതപ്പെട്ടത് മാത്രം മതി എന്നാണ്. മതി, എനിക്ക് ഇവരിൽ നിന്ന് കിട്ടുന്നത് മാത്രം എനിക്ക് മതി. ഇവരെന്താണ് എനിക്ക് തരാൻ തീരുമാനിച്ചത്? ആശ്രമം തന്നെ എനിക്ക് എന്റെ സ്ഥലം വീട് ഇവരല്ലേ എടുത്തേക്കണം. നിയമപരമായിട്ട് നടപടി സ്വീകരിച്ചതിന് ശേഷമല്ലേ മതി. അത് അർഹതപ്പെട്ടാണെങ്കിൽ അത് കിട്ടും. പക്ഷെ നിയമമായിട്ട് സ്വീകരിക്കാനുള്ള സഹായങ്ങൾ സംഘടന ചെയ്യും. പക്ഷെ സംഘടനയിൽ ഈ നോട്ടീസ് ഇറക്കുമ്പോൾ സംഘടന സഹായിക്കണമെങ്കിൽ ഈ സംഘടനയുടെ എന്താ പറയാ, പറഞ്ഞ പോലെ അതിൽ വരുന്ന ഇത് നിയമ നടപടിയായ കാര്യങ്ങൾക്ക് സംഘടനക്ക് കൊടുക്കും. അതാണ് ലെറ്റർ തന്നിരിക്കുന്നത്. അത് ഞാൻ കൊടുത്തിരിക്കും. അതിന് 10 പൈസ ഞാൻ എടുക്കൂല. എനിക്ക് നിയമപരമായ കാര്യത്തിന് മാത്രം 10 പൈസ കിട്ടിയാൽ മതി. അല്ലാതെ എനിക്ക് 10 പൈസ വേണ്ട. ഇതിന് എന്ത് കിട്ടിയാലും ഞാൻ ആ സംഘടനക്ക് കൊടുത്തിരിക്കും. പക്ഷെ എനിക്കിത് ഇപ്പോഴാണ് തോന്നിയേക്കണത്. എന്നെ ആരും പറഞ്ഞിട്ടല്ല, എനിക്ക് സ്വയമായിട്ട് കുറേ നാളുണ്ട് ഞാൻ ചിന്തിക്കണത്. പക്ഷെ എനിക്കത് എന്നിങ്ങനെ പറയുമെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഉറപ്പ് വന്നില്ല. അപ്പം ഞാൻ സംഘടനക്കൊരു കത്ത് കൊടുത്ത്, എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, നാട് മുഴുവൻ അറിയണം, എല്ലാവരും അറിഞ്ഞിരിക്കണമല്ലോ ഇവരുടെ ചതി. ഇവരൊരുപാട് ആൾക്കാരെ ചതിച്ചിട്ടുണ്ട്. ഞാനും ഞങ്ങളുടെ കുടുംബവും ചതിക്കപ്പെട്ടു. അപ്പം എല്ലാവരും ചതിക്കപ്പെട്ട ആൾക്കാർ ഇതിനെന്താണെന്ന് വെച്ചാൽ മുന്നോട്ട് വരണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഒരു മകൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമത്തിലാണ് ഞാൻ ജീവിച്ചിട്ടിരിക്കുന്നത്. ഇവർ തന്നെയാണ് കൊണ്ടുപോയത്. ഇവർ അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇവിടെ എത്ര പേരെന്നെ കാണാൻ വരുമായിരുന്നു. എൻ്റെ മകനെ പിടിച്ചു കൊണ്ടുപോയിട്ട് നേരം വെളുത്തപ്പോൾ മരിച്ചതായിട്ടാണ് അറിഞ്ഞത്. പക്ഷെ അന്ന് നമ്മൾ പ്രസ്ഥാനത്തിനോട് സ്നേഹം കൊണ്ട് നമ്മൾ അതിന് മുന്നോട്ട് ഇറങ്ങിയില്ല. ഞാൻ പറയാമോ? അപ്പം ഇതിലെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അമ്മ ഇതുപോലൊരു നോട്ടീസ് ഇറക്കിയാണ്. അത് ഭൗതികപരമായിട്ടുള്ള ഈ ഒരു വസ്തു കിട്ടുന്നതിന് വേണ്ടി മാത്രമല്ല, ഗുരുവിൻ്റെ കുടുംബാംഗങ്ങളായ നമ്മളെ ചതിക്കാമെങ്കിൽ ഗുരുവിൻ്റെ പേരിൽ നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് അവിടുത്തെ വസ്തുവകൾ വിറ്റുകൊണ്ടുവന്ന് ഇവിടെ ഗുരുവിൻ്റെ പേരും പറഞ്ഞ് ഈ അമൃതാചാര്യൻ്റെയും ഗുരുരത്നസ്വാമിയും മേടിച്ച് അവരുടെ സ്വകാര്യ താല്പര്യത്തിന് വേണ്ടി, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി, നമുക്കിപ്പോൾ ചില്ലപ്പൻ പിള്ളയുടെയോ മണിയന്നാരുടെ പേരിൽ അവർ ഒരു ആശ്രമം തുടങ്ങി, ട്രസ്റ്റ് തുടങ്ങി, എന്തെങ്കിലും തുടങ്ങിയിട്ട് ആൾക്കാരെ പറ്റിക്കുന്നതിന് നമുക്ക് യാതൊരു പരാതിയില്ല. അവരുടെ സ്വന്തം നാമധേയത്തിലോ സ്വന്തം ഐഡൻറ്റിറ്റിയിലോ സ്വന്തം കുടുംബ പാരമ്പര്യത്തിലോ ആര് വേണമെങ്കിലും പറ്റിച്ചോട്ടെ. പക്ഷേ നമ്മളുടെ ഗുരുവിൻ്റെ, നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ജനിച്ച കുടുംബത്തിലെ ഗുരുവായ ബ്രഹ്മശ്രീ കരുണാകര ഗുരുവിൻ്റെ പേരും പറഞ്ഞ്
ഇനി ഒരു മനുഷ്യരെയും ഇവർ പറ്റിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത്. അല്ലാതെ ഇതൊരു ഭൗതിക നേട്ടത്തിന് മാത്രമല്ല, ഇതൊരു കാരണം വെച്ചാൽ കൊല്ലം മയ്യനാട് പോയിട്ട് ഈ അമൃതാജന്യം ഗുരുരത്നൻ എന്ന് വെച്ചാൽ ഗുരുരത്നൻ ദയാജന്യ എന്ന് പറയുന്ന അവരെ ഉപദ്രവിച്ചിട്ട്, അവരെ ശാരീരിക മാനസിക പീഡനങ്ങളെ ഏൽപ്പിച്ചിട്ട് അവരെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞ് അവിടെ ചെന്ന് അടികൊണ്ട് പോലീസിൻ്റെ ഒരു വീട്ടിൽ അഭയം തേടിയിട്ട് പോലീസിൻ്റെ കാല് പിടിച്ച് തിരിച്ചു വരികയാണ്. അപ്പോഴാണ് ഈ ഗുരുരത്നൻ എന്ന് പറഞ്ഞവന് മനസ്സിലായത് പോലീസ് സംവിധാനത്തിലും രാഷ്ട്രീയ സംവിധാനത്തിലും പത്രദൃശ്യ മാധ്യമങ്ങളിലെല്ലാം പിടിയുണ്ടെങ്കിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെ. അങ്ങനെ ഗുരുവിശ്വാസികളുടെ പണവും അവരുടെ സ്വത്തുക്കളും എല്ലാം ഇവർ സ്വന്തമാക്കിയിട്ട് അതെല്ലാം വിറ്റ് ഇവർക്കൊക്കെ കൈമണി കൊടുത്ത്, എന്ന് വെച്ചാൽ എല്ലാവരും അല്ല, ഒരു വിഭാഗം ആൾക്കാരുണ്ട് എവിടെയും അഴിമതി നിറഞ്ഞ അല്ലെങ്കിൽ എന്താ പറയുക സ്വാർത്ഥ താല്പര്യത്തിന്, എന്ന് വെച്ചാൽ ഈ ക്രോസ് മസാജിങ് അങ്ങനെ ഒരുപാട് ഇവരുടെ ഔദാര്യങ്ങൾ പറ്റി ജീവിക്കുന്ന എന്താ പറയുക ഒട്ടനവധി ആൾക്കാരുണ്ട്. രാഷ്ട്രീയത്തിലാകാം, ഭരണതലത്തിലാകാം, പോലീസ് സംവിധാനത്തിലാകാം, പത്രദൃശ്യ മാധ്യമങ്ങളിലാകാം. ഇവരുടെ ഔദാര്യം പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ ഇതുകൊണ്ട് ഒരിക്കലും ഇതുപോലുള്ള ഒരു കാര്യങ്ങളും മീഡിയയിൽ വരത്തില്ല. ഒരു പത്രസമ്മേളനം നടത്തിയാൽ പോലും ആ പത്രത്തിലോ ഒന്നിലും അത് വരത്തില്ല. നമുക്ക് നടത്താം, ഇൻ്റലിജൻസ് റിപ്പോർട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടിന് അതിൻ്റെ വാല്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മൾ പത്രസമ്മേളനങ്ങൾ നടത്തും, അത് വേറൊരു കാര്യം. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു നോട്ടീസ് അടിച്ച് നമ്മൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ പണം വരികയോ വരാതിരിക്കുകയോ അതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷേ ഇവരുടെ എല്ലാ കള്ളത്തരവും തുറന്നു കാണിക്കണം. ഇതിനെതിരെ ഒരു നിയമ നടപടി തീർച്ചയായിട്ടും വരണം. ഈ ഒരു കാര്യം ഇവിടെ ഈ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു തരത്തിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ ഗുരുവിൻ്റെ 100ാമത് ജയന്തി വരുന്നു. ആ ജയന്തിക്കെന്ന് പറഞ്ഞാൽ ഇതുപോലെ കിടപ്പാടം നഷ്ടപ്പെടുത്തിയവരുണ്ട്, ഒരുപാട് ധനം നഷ്ടപ്പെട്ടവരുണ്ട്. അങ്ങനെ അവരെല്ലാം രേഖാമൂലം, കാരണം ഇവിടെ ഒരു പ്രൈവറ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്നേഹനിധി, കാരുണ്യനിധി എന്നൊക്കെ പറഞ്ഞ് പേരുള്ള 1-2 ബാങ്കുകളുണ്ട്. ഇവർ പണം സ്വരൂപിച്ചിട്ട് വിശ്വാസ സമൂഹത്തിൽ നിന്നും പുറത്തുനിന്നും മേടിക്കുന്നുണ്ട് പണം. എന്നിട്ട് അതിലേക്ക് വെച്ചുകൊണ്ട് പലിശ കൊടുക്കാമെന്ന വാഗ്ദാനം ചെയ്യുന്നത്. എന്നിട്ട് പണം മേടിച്ചിട്ട് പറ്റിക്കും. ആൾക്കാർ തിരിച്ചു ചോദിക്കുമ്പോൾ ഗുണ്ടായുസം, പിന്നെ രാഷ്ട്രീയക്കാരുടെ അടുത്ത് കള്ളക്കേസ് കൊടുക്കുക, അങ്ങനെ ഒരുപാട് ലീലാവിലാസങ്ങൾ ഇവർ ചെയ്യും. ഈ അച്ഛൻ്റെ തന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവിച്ചത് കൊണ്ടാണല്ലോ നമുക്കിത് പറയാൻ പറ്റുന്നത് ഭൗതികമായിട്ട്, അല്ലാതെ അനുഭവിക്കാത്ത കൊണ്ടല്ല. ഈ അച്ഛൻ്റെ കേസ് തന്നെ എന്ന് പറഞ്ഞാൽ അച്ഛനോട് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ മാമൻ ഗുരുവിൻ്റെ കുടുംബത്തിലുള്ളതല്ലേ, മാമനെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാം, ഇവിടെ ഗുരുവിൻ്റെ അടുത്ത് തന്നെ ഗുരു എന്താ പറയുക ശയിക്കുന്ന മണ്ണിൻ്റെ അടുത്ത് തന്നെ താമസിക്കാം, ഇവിടെ 10 സെൻറ്റ് സ്ഥലവും വീടൊക്കെ കൊടുക്കാം, മാമന എല്ലാ സംവിധാനവും നോക്കാമെന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അവർ ജീവിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് മകനെ ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ട് മകൻ ആക്സിഡൻറ്റിൽ പെടുത്തിയത്. അത് ഇപ്പം പറയണതല്ല, ഇത് 2009 ഫെബ്രുവരി 22 ഈ അമൃതാജന്യം എന്ന് പറയുന്നവരുടെ ഈ ഒരു അവസ്ഥ എന്തവസ്ഥയാണെന്ന് അറിയില്ല, എന്തൊക്കെയോ അവസ്ഥ പൂർത്തീകരിച്ച ഒരു ദിനം. അതിൻ്റെ ആഘോഷത്തിന് വേണ്ടി വിളിച്ചുകൊണ്ട് വന്നതാണ് അവന്. ഗുരുമിത്രസ്വാമി നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വന്നതാണ്. എറണാകുളത്ത് അവൻ സെയിൽസ് സൂപ്പർവൈസർ ആയിരുന്നു ആശ്രമത്തിൻ്റെ. അങ്ങനെ വിളിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് അന്ന് രാത്രി തന്നെ, എന്നുവെച്ചാൽ ഫെബ്രുവരി 22-ാം തീയതി രാത്രി തന്നെ അമൃതാജന്യം പറഞ്ഞെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിരുന്നു. ഞാനപ്പോൾ സ്ഥലത്തില്ല, ഞാൻ ഗോകുലം മെഡിക്കൽ കോളേജിലായിരുന്നു. എൻ്റെ മോള് ന്യൂമോണിയായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട്. അപ്പോൾ അമ്മയുടെ അച്ഛനെയും ഒക്കെ നിർബന്ധിച്ച് ഇവർ വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുന്നു അവൻ ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചെന്ന്. ഈ അമൃതാജന്യൊക്കെ പറയുന്നത് വെച്ചാൽ ആരോടും സംശയിക്കരുത്, പറയരുത്, സ്വാമിമാരെ സംശയിക്കരുത്, ആശ്രമത്തിനെ സംശയിക്കരുത്, ആരോടും അങ്ങനെ ഒന്നും മിണ്ടണ്ടെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച്. എന്നിട്ട് ഇവർ കള്ളക്കഥ ഇറക്കിയാണ്. അവൻ്റെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ചിട്ട് ആ വിവാഹത്തിൻ്റെ ദോഷം കൊണ്ടാണ് അവൻ മരണപ്പെട്ടതെന്ന് ഇവർ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും. മനസ്സിലായോ? നമുക്ക് അന്നൊന്നും മനസ്സിലായില്ല. അതേസമയത്ത് ഇപ്പം ഈ മരണത്തെ സംശയിക്കുന്ന പറയുന്നത് ഇപ്പോഴല്ല 2009 6 മാസങ്ങൾക്ക് ശേഷം 2009 സനൽ നെല്ലിപ്പുഴപ്പറമ്പ് ആനന്ദൻ്റെ മകൻ എന്ന് പറയുന്ന ഒരാൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന ഒരു കേസിൽ ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് 6 മാസങ്ങൾക്ക് ശേഷം. മനസ്സിലായില്ലേ? ഗുരുവിൻ്റെ കുടുംബാംഗമായ ഈ ബിജുക്കുട്ടൻ എന്ന് പറഞ്ഞ ആളുടെ മരണത്തിൽ കുടുംബാംഗങ്ങൾക്ക് സംശയമുണ്ട് ഈ അമൃതാജന്യ ഗുരുരത്നെ എന്നുള്ളതിൽ അതിൽ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോഴല്ല പറഞ്ഞിരിക്കുന്നത്, അന്നേ പറഞ്ഞിട്ടുണ്ട്. ആ കേസിൻ്റെ രേഖകൾ പരിശോധിച്ചാൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാവർക്കും. മനസ്സിലായി? പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ ആനുകൂല്യങ്ങളെല്ലാം കളഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ സെക്യൂരിറ്റി മാനേജറായിട്ടിരുന്ന സമയത്ത് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് എതിരെ ബഹുമാനപ്പെട്ട കേരള DGPക്ക് 10-63/2016 പ്രകാരം ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി നമ്പറാണിത്. അപ്പോൾ ആ പരാതി പ്രകാരം എന്ന് പറഞ്ഞാൽ ഈ ഗുരുരത്നസ്വാമിയുടെ എന്ന് പറയുന്ന ആളുടെ ഇല്ലീഗൽ ആക്ടിവിറ്റീസും അദ്ദേഹത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും ഗുരുവിൻ്റെ എല്ലാം പറഞ്ഞുകൊണ്ട് 24 പേജുള്ള പരാതി കൊടുത്തത്. ഈ പരാതി കൊടുത്തതിന് ശേഷമാണ് എനിക്കെതിരെ പോക്സോ പെടുത്തുന്നത്. അത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്
ആ പോക്സോയിൽ പെടുത്തിയിട്ടാണ് നമ്മുടെ എല്ലാ എന്താ പറയുക അച്ഛൻ്റെ എന്താ പറയുക അച്ഛന് കൊടുത്തിരുന്ന സഹായങ്ങളായാലും കൊള്ളാം എല്ലാ കാര്യങ്ങളും ബ്ലോക്ക് ചെയ്യും. കാരണം ഊരുവിലക്ക്, എന്നിട്ട് ആശ്രമത്തിൽ ആരും സഹകരിക്കരുത്, ഇവരോട് ഇനി മിണ്ടുന്ന ആൾക്കാർ ആശ്രമത്തിൽ പണിഷ്മെൻറ്റ് കിട്ടും. മനസ്സിലായില്ലേ? കാരണം വെച്ചാൽ ഈ ഒരുമാതിരി ഊരുവിലക്കെന്നുള്ള രീതിയിലാക്കി മാറ്റി. അപ്പം അതിനെല്ലാം ഒരു അറുതി. പക്ഷേ ഇവരുടെ എല്ലാ കാര്യങ്ങളും വിജയിച്ചില്ല. ബഹുമാനപ്പെട്ട കോടതികളിൽ ഞാൻ കൃത്യമായിട്ട് രേഖകൾ ഹാജരാക്കി. അത് പിന്നെ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഈ പോക്സോ കേസ് വന്നതുകൊണ്ട് ചന്ദ്രബാബുവിനെ സഹായിക്കാത്ത കൊണ്ടാണ് ഈ ചന്ദ്രബാബു ഇതിനൊക്കെ പറയുന്നതെന്ന് പറയുന്നത്. എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് പിന്നെ ശാന്തിനിവാസനത്തിൻ്റെ ലീഗൽ അഡ്വൈസറായ ഈ ദേവദത്തൻ ആറ്റിങ്ങലിലെ ഒരു ബഹുമാനപ്പെട്ട കോടതികളിൽ ഒരു പോക്സോ കേസിൽ ഒരു കക്ഷിക്ക് വേണ്ടി വാദിച്ച് അദ്ദേഹത്തിൻ്റെ കക്ഷിയായിട്ട് മാറിയതിനാണ്? പോക്സോ കേസിൽ ഇവർ എന്താ പറയുക സഹായിക്കാത്തവരാണെങ്കിൽ ആ ഒരു കേസിന് സഹായിക്കാതിരിക്കണ്ടേ? അപ്പം ഇവർ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ആ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂലമായ വിധി കിട്ടി. ആ വിധിயின் പ്രകാരം കേസ് ഡിസ്പോസ് ചെയ്തായിരുന്നു. മനസ്സിലായില്ലേ? FIR ഡിസ്പോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കേസിൻ്റെ പേരും പറഞ്ഞാണ് എൻ്റെ അച്ഛനെ എന്താ പറയുക ലേബർ ഓഫീസിൽ നടക്കേണ്ടി വന്ന ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടി. ഇവരെ തൊഴിൽ തട്ടിപ്പ് വേറൊരു കാര്യമുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെന്ന് ഈ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഉള്ള ലേബർ ഓഫീസിൽ കൊണ്ട് ഈ ഗ്രാറ്റുവിറ്റി കൊടുക്കുമ്പോൾ ഇവർ പറയും ഞങ്ങൾ ഇൻ്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനമാണ്, ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആ ഒരു ഓഫീസിലാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കേസുകളൊക്കെ വരേണ്ടതെന്ന് പറയും. അപ്പോൾ അവിടെ ആരെങ്കിലും കൊണ്ടേ കൊടുത്ത് എന്ത് പറയുമെന്ന് അറിയുമോ? ഞങ്ങൾ കേരള സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ലേബർ ഓഫീസിൻ്റെ പരിധിയിൽ വരുന്നതാണ്, അതുകൊണ്ട് ഞങ്ങളുടെ സ്റ്റേറ്റിൻ്റെ എന്താ പറയുക ഈ പറയുന്ന ഗ്രാറ്റുവിറ്റിയുടെ ആ ഒരു അണ്ടറിലാണ് വരുന്നതെന്ന് പറയും. ഡബിൾ സ്റ്റാൻഡിങ് ആണ്. ഇപ്പം അങ്ങനെ കേസ് നടക്കുന്നുണ്ട് നിലവിൽ. അപ്പം ഒരു ക്രെഡിബിലിറ്റി ഇല്ലാതെ നിയമവിരുദ്ധമായിട്ട് ലോകത്തുള്ള മനുഷ്യരെ പറ്റിക്കാൻ എങ്ങനെയൊക്കെ പറ്റുമോ അതെല്ലാം പറ്റിച്ചിട്ട് റീൽസിലും ഷോർട്സിലും ഭാവാഭിനയം നടത്തി കള്ളത്തരം പറഞ്ഞ് ഗുരുവിൻ്റെ പേരിൽ ഒരു പ്രസ്ഥാനത്ത് കയറിയിരുന്ന്, എന്നുവെച്ചാൽ ലീഗലായിട്ടല്ല ഇല്ലീഗലായിട്ട് കയറിയിരിക്കുന്നു. ദർശനം എന്നുവെച്ചാൽ ഗുരു ദർശനത്തിലൂടെ എന്നോട് പറഞ്ഞു ഗുരുവിൻ്റെ ജീവനാണ് എൻ്റെ ജീവനിൽ വന്നിരിക്കുന്നത്. ഈ അമൃതാചാര്യൻ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ഭൂലോക വിഡിത്തങ്ങളാണ് അവർ വിളമ്പുന്നത്. മനസ്സിലായോ? അപ്പോൾ വെറും ഭൗതിക നേട്ടത്തിന് വേണ്ടി മാത്രമല്ല, നമ്മൾക്ക് അർഹതപ്പെട്ട, ഇപ്പം എൻ്റെ അമ്മക്ക് അർഹതപ്പെട്ടാണെങ്കിൽ ആ വസ്തു നിയമപരമായിട്ട് കിട്ടണമെങ്കിൽ കിട്ടിയാൽ മതി. അതേസമയത്ത് നമ്മളിത് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഗുരുവിനെ വെച്ചുകൊണ്ട് ഗുരുവിൻ്റെ പേര് മലിനപ്പെടുത്തുന്ന രീതിയിൽ ഒരാളെയും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. മനസ്സിലായോ? അതിന് ഏതറ്റം വരെ പ്രവർത്തിക്കേണ്ടി വന്നാലും അതെല്ലാം പ്രവർത്തിക്കും. അപ്പോൾ അത് എല്ലാവരെയും ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നലെ ഈ എന്താ പറയുക നമ്മുടെ ഖത്തറിൽ വെച്ച് ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി അവരുടെ ഒരു പരിപാടിയിൽ ഒരു പ്രോഗ്രാം, കാരണം അവരുടെ ഒരു കോളേജിൻ്റെ ഒരു പ്രോഗ്രാം ഞാൻ ഈ സൈഡിൽ കാണിക്കാം, അവിടെ വെച്ച് ഈ നോട്ടീസിൻ്റെയും പിന്നെ സംഘടന കൊടുക്കുന്നൊരു നോട്ടീസിൻ്റെയും സംഘടന ഈ എന്നുവെച്ചാൽ ഗുരുധർമ്മ സംരക്ഷണ സംഘം മെമ്മോറണ്ടം തയ്യാറാക്കിയിട്ടുണ്ട്. രാജ്യത്തെ പ്രധാനപ്പെട്ട മുതലാളിമാർക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രമുഖർക്കും പോലീസ് മേധാവികൾക്കും സാമൂഹ്യ എല്ലാ സാഹിത്യ രംഗത്തുള്ള എല്ലാവർക്കും ഈ മെമ്മോറാണ്ടം അയച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് സംഘടനയുടെ ഒരു നോട്ടീസ് ഇറക്കുന്നതാണ്. ഇവിടെ കാണിക്കുന്ന ഇവിടെ ചെയ്തിരിക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു മുഴുവൻ കാര്യങ്ങളും പറ്റിയില്ലെങ്കിലും ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതും ഒരു നോട്ടീസ് ഇറക്കുന്നതാണ്. അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ഡോക്ടർ ഗോകുലം ഗോപാലൻ സാറിന് നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയ റാം മനോഹർ അദ്ദേഹം ഖത്തറിൽ വെച്ച് ആ പ്രോഗ്രാമിന് അവിടെ വന്നപ്പോൾ കൊടുക്കുകയുണ്ടായി. അങ്ങനെ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ആ വിവരം ഒന്നെല്ലാവരും അറിവിലേക്കായിട്ട് പറയുകയാണ്. അതുകൂടാതെ എന്ന് പറഞ്ഞാൽ സംഘടനാ തലത്തിൽ ഈ ശക്തമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഇനി മുന്നോട്ട് പോവുകയാണ്. കാരണം ഈ ഇത്രയും നാളെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും സ്വാധീനം ഉറപ്പിച്ചിട്ട് ഇവർ ഈ പറയുന്ന എല്ലാ ഈ ആനുകൂല്യങ്ങൾ നൽകിക്കൊണ്ട് പണമായിട്ടും സുഖചികിത്സയായിട്ടും എല്ലാം നൽകിക്കൊണ്ട് ഉള്ള ആ ഒരു അധികാരത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ഒരു കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്നു. അതിനെ പൊട്ടിച്ചുകൊണ്ട് എന്ത് നിയമ നടപടി സ്വീകരിച്ചാലും കൊള്ളാം, ഇത് പൊതുജനങ്ങൾ അറിയണം. ഇവരുടെ ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം മനസ്സിലായ കപട മുഖംമൂടി അണിഞ്ഞുകൊണ്ടാണ് ഇവർ ഈ വിശ്വാസി സമൂഹത്തെയും പൊതുജനത്തെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരുടെയും അറിവിലേക്കായിട്ട് ഒന്ന് പറയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ. അപ്പം നമ്മൾ ഇനി ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നതാണ്. ഇതുപോലെ സമാനമായിട്ട് ആർക്കെങ്കിലും ചതികൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതേപോലെ
ഈ നടപടികൾ സ്വീകരിക്കാമെങ്കിൽ സംഘടന അവരെ സഹായിക്കും. മനസ്സിലായ? അല്ലാതെ ഇതൊരു വ്യക്തിക്ക് മാത്രമല്ല. സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലെന്ന് പറഞ്ഞാൽ ഈ ഗുരുവിൻ്റെ ആശയം പറഞ്ഞ് ചതിക്കപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ള ഒരു ഇതുണ്ട്. അത് സാമ്പത്തികമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് സഹായിക്കും. അവർക്ക് അത് അർഹതപ്പെട്ടാണെങ്കിൽ ആ നിയമസഹായത്തിലൂടെ അർഹതപ്പെട്ട കാര്യങ്ങൾ അവർക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ അമൃതാഞ്ജലിയുടെയും ഗുരുരത്നസ്വാമിയുടെയും പൊയ്മുഖം, മനസ്സിലായില്ലേ, പൊയ്മുഖം തുറന്ന് കാണിക്കുകയും വേണം. ഇനിയും ആരെയും ഗുരുവിൻ്റെ പേരിൽ ചതിക്കാൻ പാടില്ല. അതാണ് മുഖ്യ ലക്ഷ്യം. സബ്ദുശരണം.